കേരളം ഇലക്ഷൻ ചൂടിലാണ്, അതുപോലെ തമിഴ്നാട്ടിലും ഇലക്ഷൻ്റെ എല്ലാ ചൂടും വർദ്ധിച്ചു തന്നെ വരികയാണ്. എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഒരു പൊതു അവസ്ഥ? റീസെൻ്റായിട്ട് സർവേ നടന്നിട്ടുണ്ട്. ആ സർവേയിൽ DMK അവർ അപ്പർ ഹാൻഡ് പറയുകയാണ്. അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. ഒന്നാമത്തെ കാര്യം, തമിഴ്നാട്ടിലെ എല്ലാ മീഡിയം സ്റ്റാലിൻ്റെ കയ്യിലായിരിക്കുന്നത്, സ്റ്റാലിൻ്റെ കൺട്രോളിലാണ്. പിന്നെ ചിലത് കോൺഗ്രസിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ADMKക്ക് അധികം കാര്യമായിട്ടില്ല, ഒന്നോ രണ്ടോ മീഡിയ മാത്രമേ അവരുടെ ഒരു കൺട്രോളിലുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ADMK മുന്നണിക്ക് ഒരു ജയം എന്ന് പെട്ടെന്ന് മീഡിയ കയറി പ്രവചിക്കില്ല. അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പ്രവചിക്കില്ല. പക്ഷേ പ്രവചിക്കാനാവാത്ത ഒന്ന് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ മുന്നണി ബന്ധങ്ങളിൽ ഓരോരുത്തരുടെയും ഓരോ പാർട്ടിയുടെയും വോട്ട് ഷെയർ എത്ര വരും എന്ന് നോക്കിയിട്ട് അതിൽ DMK മുന്നണിക്കുള്ള അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇല്ല, അവരുടെ ഒപ്പം തിരുമാവളകൻ്റെ പാർട്ടിയുണ്ട്. 5 to 7% വോട്ടുകൾ കൈവച്ചേക്കുന്ന ഒരു പാർട്ടി അവരുടെ ഒപ്പം നിൽക്കുകയാണ്. ഇതൊരു തെറ്റില്ലാത്ത അപ്പർ ഹാൻഡ് തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരൊക്കെയുള്ളത്? പിന്നെ ADMK മുന്നണിയിൽ NDA ഉണ്ട്, ദെൻ TVK ഉണ്ട്, വിജയിൻ്റെ പാർട്ടിയുണ്ട്, പിന്നെ സീമാൻ്റെ പാർട്ടിയുണ്ട്, NTK എന്ന് പറഞ്ഞിട്ട്, നാം തമിഴർ കച്ചി എന്നിങ്ങനെ ഇതൊരു 4ആയിട്ട് പിരിയണ ഒരു ഇലക്ഷൻ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതായത് DMK മുന്നണിയുടെ കട്ടറപ്പ് ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിജയിൻ്റെ പാർട്ടി മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് അതെങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വിജയൻ്റെ പാർട്ടിക്ക് ഒരു 13 to 15% വോട്ട് പിടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതൊരു മോശമില്ലാത്ത ഒരു വോട്ട് ഷെയറാണ്. കാരണം അപ്പോൾ പിടിക്കുമ്പോൾ എവിടെ നിന്ന് പിടിക്കും? അത് പിടിക്കണമെങ്കിൽ ഒന്ന് DMKയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ADMKയുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അല്ല, രണ്ടിൻ്റെയും കൂടെയാണ് പിടിക്കുക. പക്ഷേ എങ്കിൽ പോലും വിജയന് ആ ഫാൻസ് കൂടുതലുള്ള ഇത് DMKയുടെ ആൾക്കാരുടെ ഇടയ്ക്കുന്നായിരുന്നു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്നു. പിന്നെ സീമാൻ്റെ പാർട്ടി പണ്ടുള്ള ഒരു തമിഴ് നാഷണലിസ്റ്റ് ഗ്രൂപ്പാണ് ശരിക്ക്, നാം തമിഴർ കച്ചി, വി ആർ തമിഴ്സ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു തമിഴ് ദ്രവീഡിയൻ വാദത്തെ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി. അവർ ഒരു 7% 8% ഇടയ്ക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ സപ്പോസ് NDA പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് നെക്ക് ടു നെക്ക് തന്നെ ആവും. എന്ന് വെച്ചാൽ ഇവരുടെ സർവേ പ്രകാരമാണെങ്കിൽ. പക്ഷേ ആ സർവേ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ സർവേ ഒരു പരിധി വരെ DMKയുടെ ഒരു കൺട്രോളിൽ പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. TVK വരികയും ചെയ്ത സാഹചര്യത്തിൽ DMKയ്ക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ വോട്ടുകൾ കുറച്ചധികം തന്നെ TVK പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ഫൈറ്റിലാണ് DMK ആയിട്ട് TVK. അപ്പം സ്റ്റാലിനൊപ്പം വോട്ട് ചെയ്തിരിക്കുന്ന നിരവധി അരാജക ടൈപ്പ് ആൾക്കാർ, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതുപോലെ എപൊളിറ്റിക്കലായിട്ടുള്ള അരാഷ്ട്രീയവാദികൾ, ഈ പൊതുവിലെ അരാജക രാഷ്ട്രീയവാദികളൊന്നും NDAക്ക് വോട്ട് ചെയ്യാറില്ല. ഇവരൊക്കെ ഒരു റിബൽ ടൈപ്പാണല്ലോ. ഇവരൊക്കെ പൊതുവിൽ പോകുന്നത് രാജ്യത്ത് ഒരു പ്രതിപക്ഷം പോലിരിക്കുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും. പക്ഷേ അത് ആ പ്രതിപക്ഷം തമിഴ്നാട്ടിലെ ഭരണപക്ഷമാണ്. അപ്പം വേറൊരു പ്രതിപക്ഷത്തെ അവർ അന്വേഷിക്കും. അതൊരു സൈക്കോളജിയാണ്, ഈ റെബല്യൻ സൈക്കോളജിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും DMKയ്ക്ക് എതിരായിട്ട് പുതിയൊരു ശക്തി വന്നാൽ അങ്ങോട്ട് വോട്ട് പോകും. അതിപ്പം വിജയൻ്റെ പാർട്ടിയാണ്. അവർക്കൊന്ന് പുതിയത് പരീക്ഷിക്കാൻ തോന്നുന്ന ഒന്ന്. അപ്പോൾ കുറേയധികം വോട്ട് അങ്ങോട്ട് പോകുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ ADMKയും DMKയും തമ്മിൽ ഒരു 6-7% വ്യത്യാസം ഉണ്ടെന്നല്ല, ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബലാബലമാണ് അവർക്ക് തുല്യമായിട്ടുള്ള ഒരിത്. അതിനകത്ത് ചെറിയ വേരിയേഷൻസിലായിരിക്കും, 1% 2% വോട്ടിൻ്റെയൊക്കെ വേരിയേഷനിലായിരിക്കും ഭരണം നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ സ്റ്റാലിനെതിരെ ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത് കാര്യമായിട്ട് തന്നെയുണ്ട്. ഇല്ലയെന്ന് വല്ലതും ഒക്കെ പറഞ്ഞാലും അങ്ങനെയല്ല. അത് ഭരിക്കുമ്പോൾ തന്നെ സ്വയം പ്രതിപക്ഷം കളിച്ച്, അതായത് കേന്ദ്രത്തിനെതിരെ സമരം എന്നുള്ള മട്ടിൽ പ്രതിപക്ഷം കളിച്ച് ആൻറ്റി ഇൻകംബൻസിയുടെ ശക്തി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ആൻറ്റി ഇൻകംബൻസിൻ്റെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വളരെ ശക്തമായ എതിർപ്പ് അവിടെയുണ്ട്. ADMK വീണ്ടും കൊണ്ടുവരുന്നത് തെറ്റൊന്നുമില്ല എന്നോ അങ്ങനെ ഒരു വിചാരം കൂടി അവർക്കുണ്ട്. പിന്നെ അരാഷ്ട്രീയവാദികളുടെ പിന്തുണ എന്തായാലും, അല്ലെങ്കിൽ അനാർക്കിസ്റ്റുകളുടെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണ ഇത്തവണ DMKയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പൂർണ്ണമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതുമല്ല. കാരണം DMKയെ പിന്തുണയ്ക്കാൻ പലപ്പോഴും രാഷ്ട്രീയവാദികൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു മുൻകാലങ്ങളിൽ. അവർ കുറച്ചുകൂടെ ജയലളിതയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല കാലഘട്ടത്തിലും. അപ്പോൾ ഇത്തവണ എങ്ങനെയാവും എന്നുള്ള ഇങ്ങനത്തെ കുറേയാണ്. അതായത് തമിഴ്നാട്ടിലെ ഒരു 5 to 10% വോട്ട് വരെ ഈ പറഞ്ഞ അനാർക്കിസ്റ്റ് മോഡൽ അരാജക ടൈപ്പ് ആൾക്കാരുടെ വോട്ടിൽ കൂടി മാറാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അത് പ്രധാനമായിട്ടും ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിൽ കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ്
പണ്ട് മറീന ബീച്ച് നടന്ന ജല്ലിക്കെട്ട് സമരം. ജല്ലിക്കെട്ട് സമരം വലിയൊരു വിജയമായിരുന്നു. അതിന് ലക്ഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് സംഘടിപ്പിച്ചത് ഈ അരാജക ടൈപ്പ് ആൾക്കാരാണ്. എന്നാൽ അവരാരാന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പോലും ഗവൺമെൻറ്റിന് പറ്റിയില്ല. അവരുടെ നേതാക്കന്മാർ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ അവർ സമൂഹത്തിലുണ്ട്. അവർ ചിലപ്പോൾ ഒറ്റയാൾ പോരാട്ടമൊക്കെ നടത്തിക്കളയും. അപ്പം അതിലൊരാൾ മണികാന്തൻ എന്നിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്, നല്ല ഒരു പക്ക തീവ്ര സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തി. ഒരു ദിവസം ഞാൻ ചെന്നൈ ടൗണിലേക്ക് എനിക്ക് ശ്രീപെരുമ്പുത്തൂരിൽ നിന്ന് പോകണമായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നെറ്റ് നോക്കിയപ്പം ടൗണിലെന്തോ കാര്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളും. എന്താ കുഴപ്പം? സംഭവമൊന്നുമില്ല, ഇവൻ്റെ സമരം നടത്തിയതാണ്. അവൻ്റെ സമരം ബഹിരസമാണ്. അവൻ ഏറ്റവും തിരക്കേറിയ റോഡിൻ്റെ അണ്ണാശാല, ആ റോഡിൻ്റെ കുറുകെ ഒരു കയറ് വലിച്ചു കിട്ടി. വളരെ സിമ്പിൾ. നമ്മുടെ എറണാകുളത്ത് MG റോഡിൽ ഒരുത്തം വന്ന് റോഡിന് കുറുകെ കയറ് വലിച്ചു കിട്ടി അങ്ങ് ഇരിക്കും. എത്ര കിലോമീറ്റർ ബ്ലോക്കാവും? അവനതാ ചെയ്തത്. ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ്. അതായത് ആളും കൂട്ടമൊന്നും വേണ്ട, ഒറ്റയ്ക്ക്. അവർക്കൊക്കെ ഒരു ഹീറോയിസത്തിൻ്റെ ഒരു പിന്തുണ വരും. കാരണം അവൻ ഒരുത്തം മതി. അവനെ പോലീസ് വിളിച്ചുകൊണ്ട് പോകും, കുറച്ച് ദിവസം ജയിലിൽ കിടക്കും, ജാമ്യം കിട്ടും, ഇറങ്ങും. ചെറുപ്പക്കാർ നോക്കുമ്പോൾ ഇവനൊരുത്തൻ സ്തംഭിപ്പിച്ചില്ല. ഇതുപോലത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്തൂടെയാണ് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. 10,000-ഓളം പേര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള നെറ്റ്വർക്കാണ് ഈ പറഞ്ഞ ടൈപ്പ് ഗ്രൂപ്പിൻ്റെ നെറ്റ്വർക്ക്. അവരാണ് സോഷ്യൽ മീഡിയയുടെ ബലത്തിൽ തന്നെ ജല്ലിക്കെട്ട് സമരം അന്ന് വിജയിപ്പിച്ചത്. ഇങ്ങനത്തെ ആൾക്കാർ അവരെന്താ ചിന്തിക്കുന്നത്? അതാണ് അവർ, എൻ്റെ അറിവിൽ അവർ സ്റ്റാലിനെതിരാണ് ചിന്തിക്കുന്നത്. അതങ്ങനെ ഒരു കാര്യമുണ്ട്. അതെന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു വെച്ചാൽ, അവർ ദേ സ്റ്റാൻഡ് ഫോർ ദ തമിഴ് കോസ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയൊക്കെ കൂടുതൽ അവർ ശ്രീലങ്കയിലെ തമിഴന്മാരുടെ കാര്യത്തിൽ അവർ വളരെ ആശങ്കയുള്ള ആൾക്കാരാണ്. നമുക്ക് തോന്നും ശ്രീലങ്കൻ തമിഴന്മാർക്ക് അനുകൂലമാണ് സ്റ്റാലിൻ. അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ സ്റ്റാലിൻ അവർക്കെതിരാണ്. പകരം ADMK ആണ് ശ്രീലങ്കൻ തമിഴ്സിനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ADMKയുടെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം. കാരണം ശ്രീലങ്കൻ തമിഴ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തതും ഒരു കാലഘട്ടത്തിൽ തമിഴ് ഈഴ മൂവ്മെൻറ്റിനെ സഹായിച്ചത് MGR ആയിരുന്നു. MGR, അതുകൊണ്ട് MGRൻ്റെ പാർട്ടിയോടാണ് അവർക്ക് താല്പര്യമുള്ളത്. DMK അതിനെ പാര വയ്ക്കാനേ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവർ തമിഴ് ഈഴ മൂവ്മെൻറ്റ് തകർന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് അവരുടെ മേഖലയിൽ പോയിട്ട് ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാരാണ് DMKയുടെ ആൾക്കാർ. അപ്പോൾ അവർ രജപക്ഷയായിട്ട് ചേർന്നിട്ടാണ്. ഇതൊക്കെ തമിഴ്നാട്ടിൽ പരസ്യമായ കാര്യങ്ങളാണ്. പരസ്യമായ രഹസ്യം ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒത്തിരി ചർച്ചകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവരെ എത്ര സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഇവരൊന്ന് ചിന്തിക്കും. പിന്നെ അത് TVK കിട്ടും, ഗുണമാവുമോ? ചിലപ്പോൾ ഗുണമാവാം, അങ്ങനെയും വരാം. അതുകൊണ്ട് അരാജകവാദികളുടെ വോട്ട്, പക്ഷേ അത് പലപ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ADMK കിട്ടേണ്ട കുറേ വോട്ട് അങ്ങോട്ട് പോയിന്ന് വരാം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് DMKയിൽ നിന്നും അത്തരം വോട്ടുകൾ TVK കിട്ടിയെന്ന് വരും. അപ്പോൾ TVK എത്ര വളരും? ഇതൊരു ചോദ്യമാണ്. TVKയുടെ വളർച്ച 10%-20% ഇടയ്ക്കായിരിക്കും. ആ ഒരു റേഞ്ചിൽ അവർ നിൽക്കാൻ സാധ്യത. 10% മുകളിൽ പിടിച്ചെന്ന് വരും, 20% അകത്ത് നിന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അടുത്ത തവണ ഭരണത്തിൽ വരാനും കൂടിയുള്ള ഒരു സാഹചര്യമാണ്. കാരണം 15% വോട്ട് ക്രോസ് ചെയ്യുന്നൊരുത്തിന് അത് ഒറ്റയ്ക്ക് ആണെങ്കിലും അടുത്ത തവണ ഭരണത്തിൽ വരാം. കാരണം അതൊരു ശക്തമായ ബലമാണ്. ഇത്തവണ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അവർ വിജയം കണ്ട് പ്രതീക്ഷയിലാണെങ്കിലും. പിന്നെ വിജയ് ശക്തമായിട്ട് DMKക്കെതിരാണ്. DMK എന്ന് പറയുന്ന പാർട്ടിയോട് യോജിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് വിജയ്. ADMKയുടെ ഒപ്പം ബൈ പ്രിൻസിപ്പൾ നിൽക്കാൻ പറ്റുന്നില്ല, വിജയൻ്റെ ഒപ്പം DMKയുടെ ഒപ്പം ഒട്ടുമേ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. എങ്കിലും കോൺഗ്രസും TVKയും തമ്മിൽ സഖ്യത്തിന് സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യത കോൺഗ്രസ്സായിട്ട് തന്നെ അടച്ചു കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. അത് DMKയുടെ പ്രഷർ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ത്രികോണ മത്സരം നിൽക്കുന്നു. നാലാമതായിട്ട് സീമാൻ്റെ പാർട്ടി ഒരു 7-8% വോട്ട് പിടിച്ചെന്ന് വരാം. ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട് എന്താകും എന്നുള്ളത്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഒരു ക്ലിയർ മെജോറിറ്റി, ഒരു സ്വീപ്പിംഗ് ആയിട്ട് DMK നേടുന്നു പറയുന്നതിനോടോ അവർക്ക് വലിയ അപ്രഹാരം ഉണ്ടാകുമെന്ന് പറയുന്നതോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിലുള്ള സംഭവവികാസങ്ങൾ നമുക്ക് നോക്കാം. ഏപ്രിൽ 24 മറ്റോ ആണല്ലോ അല്ലേ അവിടെ തെരഞ്ഞെടുപ്പ് തന്നെ. അതുവരെ സമയമുണ്ട്. അതിനിടയ്ക്ക് പല രാഷ്ട്രീയ മാറ്റങ്ങളും പലതും ഒരുപക്ഷെ വരാനും സമയമുണ്ട്. അതുകൊണ്ട് നോക്കാം.